ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആർക്കിയോളജിയിലെ സെക്കൻഡ് മൊഡ്യൂൾ ആണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഖനനത്തിന് മുൻപ് പുരാവസ്തു കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനും അവയുടെ സ്വഭാവം, വ്യാപ്തി, കാലഘട്ടം എന്നിവ മനസ്സിലാക്കുന്നതിനുമായിട്ട് നടത്തുന്ന ശാസ്ത്രീയമായ അന്വേഷണമാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പുരാവസ്തു സ്ഥലങ്ങളെ കണ്ടെത്താനും അവയുടെ സ്വഭാവം മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന രീതികളെയാണ് നമ്മൾ എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പം അത് പല ടൈപ്പുണ്ട്. അതായത് ഇപ്പോൾ ഡെസ്ക്ടോപ്പ് സർവേ, സൈറ്റ് സർവേ, ഏരിയൽ സർവേ, ജിയോഗ്രാഫിക്കൽ സർവേ, അതുപോലെ തന്നെ സർഫേസ് സർവേ, പിന്നെ അണ്ടർ വാട്ടർ ആർക്കിയോളജി, അത്തരത്തിൽ ഒത്തിരി എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ് ഉണ്ട്. അവ ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തതാണ് ഡെസ്ക്ടോപ്പ് സർവേ. ഡെസ്ക്ടോപ്പ് സർവേ എന്ന് പറയുന്നത് പുരാവസ്തു പഠനം ആരംഭിക്കുന്നതിന് മുൻപ് പഴയ രേഖകൾ, ഭൂപടങ്ങൾ, പുസ്തകങ്ങൾ, യാത്രാ വിവരണങ്ങൾ, ശിലാലിഖിതങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, പഴയ സർവേ റിപ്പോർട്ടുകൾ എന്നിവ പരിശോധിക്കുന്ന രീതിയെയാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സൈറ്റ് സർവേ. സൈറ്റ് സർവേ എന്ന് പറയുന്നത് പുരാവസ്തു സ്ഥലം നേരിട്ട് സന്ദർശിച്ച് അവിടെ കാണുന്ന മൺപാത്ര ചില്ലുകൾ, ശിലായുധങ്ങൾ, ശവകുടീരങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്ന സർവേ രീതിയാണ് സൈറ്റ് സർവേ എന്ന് പറയുന്നത്. അടുത്തതാണ് ഏരിയൽ സർവേ. ഏരിയൽ സർവേ എന്ന് പറയുന്നത് വിമാനങ്ങൾ, ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവ ഉപയോഗിച്ച് മുകളിൽ നിന്ന് പുരാവസ്തു സ്ഥലങ്ങളെ പഠിക്കുന്ന രീതിയെയാണ് ഏരിയൽ സർവേ എന്ന് പറയുന്നത്. മണ്ണിൻ്റെ നിറവ്യത്യാസം, വിളകളുടെ വളർച്ചയിലെ വ്യത്യാസം, കെട്ടിടാവശിഷ്ടങ്ങളുടെ രൂപരേഖ, പഴയ പാതകൾ എന്നിവ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഏരിയൽ സർവേയിലൂടെ തിരിച്ചറിയുന്ന പുരാവസ്തു സൂചനകളാണ് ക്രോപ്പ് മാർക്ക്, സോയിൽ മാർക്ക്, ഷാഡോ മാർക്ക്, എർത്ത് വർക്ക്സ് എന്നിവ. ഇതൊക്കെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ക്രോപ്പ് മാർക്ക് എന്താണെന്ന് വെച്ചാൽ ഭൂമിക്കടിയിലെ മതിലുകൾ, കുഴികൾ തുടങ്ങിയവ കാരണം വിളകളുടെ വളർച്ചയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. അതായത് ഈ വ്യത്യാസങ്ങളൊക്കെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ക്രോപ്പ് മാർക്ക് എന്ന് പറയുന്നത്. അടുത്തത് സോയിൽ മാർക്കാണ്. സോയിൽ മാർക്ക് എന്ന് പറയുന്നത് മണ്ണിൻ്റെ നിറത്തിലോ ഘടനയിലോ കാണുന്ന വ്യത്യാസങ്ങളാണ്. പുരാതന കെട്ടിടങ്ങൾ, കുഴികൾ, മതിലുകൾ എന്നിവയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. അടുത്തത് ഷാഡോ മാർക്കാണ്. ഷാഡോ മാർക്ക് എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൻ്റെ കോണ് മൂലം രൂപപ്പെടുന്ന നിഴലുകൾ, മൺതിട്ടകൾ, കോട്ടമതിലുകൾ, പുരാതന നിർമ്മിതികൾ എന്നിവ കണ്ടെത്താൻ ഈ ഒരു ഷാഡോ മാർക്ക് സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് എർത്ത് വർക്ക്സ്. എർത്ത് വർക്ക്സ് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ മൺതിട്ടകൾ, കുഴികൾ, കോട്ടകൾ, പുരാതന പാതകൾ എന്നിവ ആകാശത്ത് നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ഒരു സർവേയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഏരിയൽ ഫോട്ടോഗ്രാഫി, ഡ്രോൺ മാപ്പിംഗ്, റിമോട്ട് സെൻസിംഗ്, ഫോട്ടോഗ്രാമെട്രി, GIS തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പരിമിതി എന്തെന്ന് വെച്ചാൽ മഴ, മേഘം, മൂടൽമഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ സാഹചര്യങ്ങൾ ചിത്രങ്ങളുടെ ഗുണനിലവാരത്തെ ബാധിക്കും. അതുപോലെ തന്നെ കാടുകളും സസ്യാവരണവും പുരാവസ്തു അവശിഷ്ടങ്ങളെ മറയ്ക്കാം. പിന്നെ എല്ലാ ഭൂഗർഭ അവശിഷ്ടങ്ങളും തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. ചിത്രങ്ങൾ വിശകലനം ചെയ്യാൻ വിദഗ്ധരുടെ സഹായം ആവശ്യമാണ്. പിന്നെ ആധുനിക ഉപകരണങ്ങൾക്ക് ഉയർന്ന ചെലവുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയൽ സർവേയിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്തതാണ് ജിയോഗ്രഫിക്കൽ സർവേ. ജിയോഗ്രഫിക്കൽ സർവേ എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ മറഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങളെ മണ്ണ് കുഴിക്കാതെ തന്നെ കണ്ടെത്തുന്ന രീതിയെയാണ് നമ്മൾ ജിയോഗ്രഫിക്കൽ സർവേ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് സർവേ, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മീറ്റർ, അതുപോലെ തന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ തുടങ്ങിയ രീതികൾ ഉപയോഗിക്കുന്നു. ഇത് മതിലുകൾ, കിണർ, ശവകുടീരങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങൾ എന്നിവ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും
ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സർവേയുടെ പ്രധാന ഘടകങ്ങളാണ് ഭൂപ്രകൃതി, അതായത് ടോപ്പോഗ്രഫി, മലകൾ, സമതലങ്ങൾ, താഴ്വരകൾ, പീഠഭൂമികൾ എന്നിവയുടെ പഠനമാണ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. മനുഷ്യവാസം സാധാരണമായിട്ട് ജലസ്രോതസ്സുകൾക്കടുത്തും സമതല പ്രദേശങ്ങളിലുമാണ് വികസിച്ചത്. അടുത്തതാണ് ജലസ്രോതസ്സുകൾ, വാട്ടർ റിസോഴ്സസ് എന്ന് പറയും. നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ, ഉറവകൾ എന്നിവയുടെ പഠനമാണ്. ജലലഭ്യതയാണ് പുരാതന നഗരങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത്. അടുത്തത് മണ്ണിൻ്റെ സ്വഭാവവും ഫലഭൂഷ്ഠതയും പഠിക്കുന്നു. പിന്നെ കാലാവസ്ഥ, അതുപോലെ തന്നെ ധാതുക്കളും പ്രകൃതി വിഭവങ്ങളും ഒക്കെ, ഇരുമ്പ്, ചെമ്പ്, സ്വർണം, കല്ല്, കളിമണ്ണ് തുടങ്ങിയ വിഭവങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ ഈ ഒരു സർവേയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഏതൊക്കെയാണെന്ന് വെച്ചാൽ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്, GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അടുത്തതാണ് അണ്ടർ വാട്ടർ ആർക്കിയോളജി. ഇതിൽ പറയുന്നത് കടൽ, നദി, തടാകം എന്നിവയുടെ അടിത്തട്ടിൽ മറഞ്ഞു കിടക്കുന്ന പുരാവസ്തുക്കളെയും കപ്പൽ അവശിഷ്ടങ്ങളെയും പഠിക്കുന്ന ശാഖയാണിത്. സമുദ്രത്തിനടിയിലോ നദികളിലോ മുങ്ങിക്കിടക്കുന്ന തുറമുഖങ്ങൾ, പഴയ കപ്പലുകൾ, വ്യാപാര കേന്ദ്രങ്ങൾ, പുരാതന നഗരാവശിഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ സ്കൂബ ഡൈവിംഗ്, അതുപോലെ തന്നെ സോണാർ തുടങ്ങിയ സാങ്കേതികവിദ്യകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എക്കോസ്, സൗണ്ടർ, മാഗ്നറ്റോമീറ്റർ എന്നിവ ഉപയോഗിച്ച് അടിയിലുള്ള ഘടനകളൊക്കെ കണ്ടെത്തുന്നുണ്ട്. ആർക്കിയോളജിയിലെ അടുത്തൊരു ടോപ്പിക്കാണ് എക്സ്കവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഭൂമിക്കടിയിൽ മറഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങളെ ശാസ്ത്രീയമായി കുഴിച്ചു കണ്ടെത്തുന്ന രീതിയെയാണ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള എക്സ്കവേഷൻ മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തത് വെർട്ടിക്കൽ എക്സ്കവേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റിഗ്രാഫിക്കൽ എക്സ്കവേഷൻ, രണ്ടാമത്തത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ എക്സ്കവേഷൻ, മൂന്നാമത്തത് ക്വാഡ്രന്റ് മെത്തേഡ്. ഇങ്ങനെ 3 രീതികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വെർട്ടിക്കൽ എക്സ്കവേഷനാണ്. അതായത് ഒരു സ്ഥലത്തിൻ്റെ മണ്ണിൻ്റെ പാളികൾ ക്രമമായി പഠിക്കുന്നതിനായിട്ട് താഴേക്ക് കുഴിക്കുന്ന രീതിയെയാണ് നമ്മൾ വെർട്ടിക്കൽ എക്സ്കവേഷൻ എന്ന് പറയുക. അതായത് ലംബമായിട്ട് കുഴിക്കുന്ന രീതിയെയാണ് വെർട്ടിക്കൽ എക്സ്കവേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ പഴയതും പുതിയതുമായിട്ടുള്ള പാളികൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ താഴെയുള്ള പാളികൾ കൂടുതൽ പഴയതും മുകളിലെ പാളികൾ കൂടുതൽ പുതിയതുമാണ്. ഇത് ഒരു സ്ഥലത്തിൻ്റെ കാലക്രമം മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. സ്ട്രാറ്റിഗ്രഫി എന്ന് പറയുന്നത് ഈ ഒരു രീതിയുടെ അടിസ്ഥാന തത്വമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അടുത്തത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ എക്സ്കവേഷനാണ്. ഇതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ താമസ സ്ഥലങ്ങൾ, വീടുകൾ, വഴികൾ തുടങ്ങിയവയുടെ സമഗ്ര രൂപം മനസ്സിലാക്കാൻ വിശാലമായിട്ടുള്ള ഒരു പ്രദേശം ഒരേ നിലയിൽ, അതായത് തിരശ്ചീനമായിട്ട് ഒരേ നിലയിൽ കുഴിക്കുന്ന രീതിയെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ എക്സ്കവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഒരു സമൂഹത്തിൻ്റെ ജീവിത രീതി, താമസ രീതി എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അടുത്തതാണ് ക്വാഡ്രന്റ് മെത്തേഡ്. ക്വാഡ്രന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കുന്നോ ശവകുടീരമോ വൃത്താകൃതിയിലുള്ള ഘടനയോ 4ആയിട്ട് വിഭജിച്ചിട്ട് ഓരോ ഭാഗവും പ്രത്യേകം കുഴിക്കുന്ന രീതിയെയാണ് നമ്മൾ ക്വാഡ്രന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ സ്ഥലത്തിൻ്റെ മധ്യഭാഗവും അതിൻ്റെ ഘടനയും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ 3 രീതികളാണ് പ്രധാനപ്പെട്ട എക്സ്കവേഷൻ മെത്തേഡ്സ്. അപ്പം എക്സാമിന് എക്സ്പ്ലോറേഷൻ മെത്തേഡ്സും എക്സ്കവേഷൻ മെത്തേഡ്സും ചോദിക്കും. അപ്പം ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, ഇനി അടുത്തതാണ് ആക്സിഡൻ്റൽ ഡിസ്കവറീസ്, അതായത് ആകസ്മികമായ കണ്ടെത്തൽ. ഇപ്പം ആക്സിഡൻ്റൽ ഡിസ്കവറീസ് എന്ന് പറയുന്നത് റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, കിണർ കുഴിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കിടയിൽ ആകസ്മികമായിട്ട് ചില പുരാവസ്തു സൈറ്റുകൾ നമ്മൾ കാണപ്പെടാം, അല്ലെങ്കിൽ അത് കണ്ടെത്തപ്പെടാം. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ആകസ്മിക കണ്ടെത്തൽ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഡിസ്കവറീസ് എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് സാൽവേജ് ആർക്കിയോളജി. സാൽവേജ് ആർക്കിയോളജി എന്ന് പറയുന്നത് ഇതിനെ റെസ്ക്യൂ ആർക്കിയോളജി എന്നും പറയാം. അതായത് ഇത് എന്താണെന്ന് വെച്ചാൽ
അണക്കെട്ട്, റോഡ്, റെയിൽപാത, കെട്ടിട നിർമ്മാണം തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ മൂലം നശിക്കാനിടയുള്ള പുരാവസ്തു സ്ഥലങ്ങളെ വേഗത്തിൽ പഠിച്ച് അവിടെ ഖനനം നടത്തി രേഖപ്പെടുത്തുന്ന രീതിയെയാണ് നമ്മൾ സാൽവേജ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും വികസന പ്രവർത്തനങ്ങൾക്ക് മുമ്പാണ് നടത്തപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാഗാർജുനകൊണ്ട ഈ ഒരു പ്രദേശത്ത് അണക്കെട്ട് നിർമ്മാണത്തിന് മുൻപ് ബുദ്ധ സ്മാരകങ്ങളും ശില്പങ്ങളുമൊക്കെ കണ്ടെത്തി സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.